എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ChatGPT വഴിയൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, കോടതി വല്ലാതെ വലിച്ചു കയറി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു? ChatGPT ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾ എനിക്കറിയില്ല. അവ്യക്തതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രതിക്ക് കുറ്റബോധം ഉണ്ടെന്നൊക്കെ തെളിയിക്കാൻ പല ശ്രമങ്ങളും നടത്തും, പക്ഷെ അതൊന്നും കോടതിയിൽ വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതിക്ക് കുറ്റബോധം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. മേൽക്കോടതിയിലേക്ക് പോകാൻ തക്ക എന്ത് തെളിവാണ് കൈവശമുള്ളത്? മേൽക്കോടതിയിൽ പോകാൻ പുതിയ തെളിവുകളുടെ ആവശ്യമില്ല. ഇപ്പോൾ നടത്തിയ വിചാരണയുടെ കോടതി കണ്ടെത്തിയ ആ ഫൈൻഡിങ്ങുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ മേൽക്കോടതിയിൽ പോകുന്നത്. കോടതി തെളിവുകളെ സമഗ്രമായി പരിഗണിച്ചിട്ടില്ല. കോടതി ഒരു മുൻവിധിയോടുകൂടി കണ്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഏത് തെളിവാണ് അങ്ങനെ കോടതി പരിഗണിക്കാതെ പോയത്? കോടതി പരിഗണിച്ച തെളിവുകൾ ആഴത്തിലുള്ള യാതൊരു പരിശോധനയും തെളിവുകളിലേക്ക് കോടതി കടന്നിട്ടില്ല. വിചാരണ സമയത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ അപ്പീൽ കോടതിയെ ബോധിപ്പിക്കും, ഹൈക്കോടതിയെ ബോധിപ്പിക്കും. ഈ സംഗതി ഒരു ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായി വന്നിട്ടില്ല. അത് ഈ വിധിക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതിനപ്പുറം ശാസ്ത്രീയ തെളിവുകളൊന്നും പ്രതിക്ക് അനുകൂലം. ആയുധത്തിൽ നിന്നും പ്രതിയുടെ സെൽസ് കണ്ടെത്തി, പക്ഷെ പ്രതിക്ക് ഒരു മുറിവുണ്ടായിരുന്നില്ല. അത് കണ്ടെത്താൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുതന്നെ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച തെളിവാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ആയുധത്തിൽ നിന്നും പ്രതിയുടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടു, പ്രതിക്ക് എന്നാൽ ഒരു മുറിവുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല.